അതെ ഗൈസ്, ഇവിടെ ഒരു PG ഉണ്ട് ഗൈസ്. അതെ, നമ്മളിപ്പോ ചായ കുടിക്കാൻ പോവാണ് ഗൈസ്. അതെ, അല്ലെങ്കിൽ അവൻ അടിക്കും ഗൈസ്, അടിച്ചോണ്ട് പോകും. ഇവിടെ ഒരു കോഴിക്കടയുണ്ട് ഗൈസ്. കോഴികൾ അവിടെ പ്രൊമോഷൻ പൈസ. കോഴിക്കട ഇവിടെ, കോഴികളുള്ളത് വീട്ടില്ല. അതെ, ഇതാണ് മെയിൻ സംഭവം. ഇതാണ് ബാർ. പെമ്പിള്ളേരൊക്കെ കണ്ടിട്ട് ഇത് ഏതോ വട്ടന്മാരെന്ന് പോയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കടാ. എന്ത് പ്രൊമോഷൻ വീഡിയോ ഈ ബാർ ചെന്നാലോ കുഴിഞ്ഞു നിൽക്കാൻ പറയും. ചിലപ്പോ ഹായ് എടാ ശരിക്കും വീഡിയോ പോണാ. പിന്നെ നമ്മളെവിടെയാണ് ഗൈസ്? ചായയും പഴംപൊരിയും. വളഞ്ഞ പഴംപൊരിയാണോ? നിനക്കെന്താ വേണ്ടേ? പേഴ്സ് എടുത്തില്ല, പേഴ്സ് അച്ഛാ. ഹായ്, എണീച്ച് പോയെന്ന് പറയാം. നമ്മളൊക്കെ വെറൈറ്റി ആൾക്കാരാണ്. കണ്ണൂർ സ്പെഷ്യലാണ്. നീയാണ് ഏക ഒരു പോക്ക്. എങ്ങനെയുണ്ട് പഴംപൊരി? നല്ലതാ. നല്ല വലിപ്പൊക്കെ എങ്ങനെ കൃത്യം? വീഡിയോ എടുത്ത ഇങ്ങനെയല്ല ആള്. എപ്പടി ഇരിക്കും വെച്ചാ? நல்லா இருக்கு. വണ്ടി സ്ലോ ആയതാണ്. ഇവനെ ജിബിന്റെ ഒരു പെണ്ണ നോട്ട് ഇട്ടത് കാര്യമുണ്ടോ? അതെടുത്ത് വരേണ്ടി വരും. പ്രൊഡക്ഷൻ ആയിരിക്കും. ഇതുവരെ ഇറങ്ങിയില്ലല്ലോ. അവന് പറ്റിയ കണ്ടന്റ് വന്നപ്പോ വിജയ് ഗ്രൂപ്പിൽ അയച്ചില്ല മറ്റേ വീഡിയോന്റെ മറ്റേടാ പുതിയ വീഡിയോ വരുന്നത് അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നത്. അതേപോലെ യഷ്മ സീരീസ് കൊണ്ടോന്ന് ഇതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞോ? സഹായിക്കാം. നാളത്തെ പരിപാടിയിൽ എക്സൈറ്റഡ് ആണോ ചാനൽ? ഇതിന് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. നാളെ ഞാൻ ഫോർമൽ ഷർട്ട് കറുത്ത തൊപ്പി മറ്റേ സാധനം. എന്ത് ഗ്രാജുവേഷൻ തൊപ്പി? തൊപ്പി വലിച്ച് മേപ്പോട്ട് എറിയും, അടി കൊടുക്കും. സന്തോഷത്തിൽ നാളെ വല്ല പ്രൈസ് വല്ലതും കിട്ടുന്നുണ്ടോ? പ്രൈസ് ട്രോഫി ഒരു മറ്റേ സാധനം കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടും. ഇവന് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ? ഇവന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇവന് കിട്ടാൻ ഉറപ്പായിട്ട് ചാൻസ് ഉണ്ട്. ഈ മൂൽക്കയുടെ പരിപാടികളോട് മിക്കവാറും എടാ അതെല്ലാവർക്കും കിട്ടുന്നേ. അതെല്ലാവർക്കും കിട്ടുന്നതാണോ? അല്ലാണ്ട് പിന്നെ വേറെ കിട്ടൂടാ. പക്ഷേ മറ്റേ ഈ എന്താണ് നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, അത് നിനക്ക് ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, കാലിങ്ങനെ കവച്ച് ബെഞ്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിനെല്ലാം ആദർശിന്റെ അവാർഡ് കിട്ടുന്നത്. ഇവന് പ്ലേസ്മെന്റ് എടുക്കുന്നില്ല. കാരണം സ്പെഷ്യൽ എപ്പോഴും പ്രവാൻ സാറിന്റെ അടുത്ത്, പ്രേംകുമാർ സാറിന്റെ അടുത്ത് പോലെ എന്തിനറിയോ? ഡെല്ലും പാൻറ് ഒരു കാലം എടുത്ത് ബെങ്കിന് അവന്റെ മോന്തോ ഇതാണ് മറ്റേ മോൻ. പറ്റിയ എക്സ്പ്രഷൻ രണ്ട്. അത് ഇവിടെ ഇത് കോമൺ ആയിരിക്കും. ക്യാമറ പിടിച്ചോണ്ട് ഇങ്ങനെ പോകുന്നത്. എങ്ങോട്ടാ വെച്ചാ പോണേ? അവിടെ പുതിയൊരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവിടെ മറ്റേ ചെസ് ഉണ്ട്, മറ്റേ കുറെ ഗെയിംസ് കാര്യങ്ങളുണ്ട്. അപ്പൊ പെമ്പിള്ളാരൊക്കെ വന്ന് 4-5 പെമ്പിള്ളാര് 3 ആണുങ്ങളൊക്കെ വന്ന് ഒരുമിച്ച് ഇത് കളിക്കും. എന്ത് കളിക്കും? അല്ല, അവർക്ക് മാത്രോ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആളിന്, HR-ന്, CEO-ക്ക് ഇന്റർവ്യൂവിന് കയറി ചെല്ലും. കാലിനെ കൊടുത്താക്കും, കാലം വൈപിടുത്തം.
ഇത് ഇങ്ങനെ കാണിക്കും, ഇത് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ഇല്ല. തറവാട്ടായിട്ട് പോയിട്ട് എടുക്കുന്ന പോലെ കളിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു നോക്കി. ഇതെന്താ ഇത്? കാടോ? ഏതാ കളിക്കണ്ടേ? അപ്പൊ ഇതാ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ആയിട്ട് നമ്മളെ ഹരിയാണയിൽ ഇവിടെ അതാ കയ്യൊപ്പ് പതിച്ചിട്ടുണ്ട്. ആദ്യം എങ്ങനെയാണെന്ന് പറഞ്ഞോ ഫസ്റ്റ്? ഇതെന്ന് പറഞ്ഞാൽ ആദ്യമേ ഒന്ന് വീണാല് ഒന്നാണോ ആറാണോ? ഒന്ന് 6 വീണാൽ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ നമ്മൾ ഓരോന്ന് അക്കൗണ്ട് ഇങ്ങനെ പോകും. ഏണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകും, പാമ്പ് കടിക്കാൻ നമ്മളിങ്ങനെ പോകും. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം ഇവിടെ ആരെത്തുന്നു അവര് പാസ്. യെസ്. എന്റെ ബ്ലൂ, എന്റെ ബ്ലൂ. ഞാൻ മഞ്ഞ, വിഷുചേട്ടൻ പച്ച, പച്ച, നീ നീല, ഞാൻ ബ്ലൂ. 6 വിഷുചേട്ടൻ കളിക്ക് പറ്റും. ഒന്നുകൂടെ കറക്കാവോ? 2 ഇങ്ങനെ ഈ കളിക്കുന്നു 4 ഇതാണ് 3. എന്റെ 3 കറക്കി വിടും. 1 2 3. അപ്പൊ എനിക്ക് നേരത്തെ 6 വീണ്. ഞാനിപ്പോ നിൽക്കുന്ന നമ്പർ എത്ര? 25. ബാക്കി ഒന്നും നമ്മള് 2 1 2 6 6. ഓ ഒരെണ്ണം വേണ്ടിയിരുന്നേ അവന്. 2 1 2 ഇവിടുന്ന് ഒരു പാട്ട് നമ്പർ 4 1 കൈ 4 എടാ ഇന്ന് കേറാത്തെന്താടാ? പൊളിച്ച് വായി പോയിരിക്കുന്നു ഗൈസ്. 3 1 2 3. അപ്പൊ ഞാൻ ടോപ്പർ ആയിരിക്കണം ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴേലും പോവാ. 1 വീഴണം. അപ്പൊ ഇതിനകത്ത് 2 വീണ് 1 കേറി. ഈ കേറുന്നതാണല്ലേ പാണ്. ഇങ്ങനെ ഉരുട്ടിയിടുക വേണ്ട. ഞാൻ ഇത്ര എത്തി ഗൈസ്. ഇവിടുന്ന് ഇവൻ കേറിയാ? അതെന്തത്? ആദ്യം ഇവിടെ വെച്ച് വെച്ചില്ലായിരുന്നു, നമ്മള് പുറകോട്ട് വെച്ചില്ല. അപ്പൊ 1 വീണു. ചേട്ടാ ദാണ്ട അവിടുന്ന് ഒരാൾ വരുന്നു ഗൈസ്. ജിഷ്ണു വന്നിരിക്കുന്നു. ഇതാണ് നമ്മളെ ഹായ് പറ ഗൈസ്. ഹായ്. 6. അല്ല നിങ്ങൾ തമ്മിലെ കളിച്ചോണ്ടിരിക്കണ കുറച്ചേരായിട്ട്. ഇതെന്താണ് ഇത്? പുതിയ വ്ളോഗ. സബ്സ്ക്രൈബ് ചെയ്യൂ. അവൻ ജയിക്കാൻ പോണു ഗൈസ്. പോയി. തോറ്റില്ലേ? 2 ഒയ്യോടാ, ഇത് കള്ളക്കളി, ഇത് പൊട്ടക്കള്ളക്കളി. എന്താണ് ഇത്? കൊണ്ടുപോകും. 6000 കണക്ഷൻസ് ഓൺലൈൻ ക്ലാസ് നോട്ട്സ് 6000. കൊല്ലത്തിനെ കുറിച്ച് ഇങ്ങനെ അപവാദം പറയാം. കൊല്ലത്തിലുള്ള എന്നറിയാം ഒരു മാനിനെ കുറിച്ച് ഞാൻ കണ്ണൂര് വെടി 2 വെടിയാണ്. 1 കൊല്ലടി 1 പെണ്ണടി. അതാണ് നമ്മളെ. അതെ, കല്യാണം കഴിക്കാൻ ടൈമായ ഒരു ഭാഗത്തിനെ പറ്റി നീ പറയുന്നത്. ഈ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അതെ, എന്റെ അച്ഛൻ്റെ കൂടെ പഠിച്ചു. ഇത് കള്ളം പറയല്ലേ. ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ സീനായിരിക്കും. ഇവിടെ ഇട്ട് ഞാനിപ്പോ നമ്മളിപ്പോ എത്രയാ 5 ആളുണ്ട്. 5 ഞാനിപ്പം 5 കാർഡ് വെച്ചിട്ട് തരും. കാണിച്ചു കൊടുക്കില്ല. അപ്പൊ ഇതില് പാതി ഓപ്പൺ കാണുന്ന ഒരു കാർഡ് വെക്കും. അതിപ്പോ ഈ പാതി കാർഡ് അവിടെ തന്നെ വെക്കും. ഇതിപ്പോ ഇത് നമ്മൾ ഷീട്ട് കളിക്കും പോലെയാണ്. ഇതിന്നൊരു ഓപ്പൺ കാർഡ് എന്നിട്ട് ഓപ്പൺ കാർഡ് ഇങ്ങനെ വെക്കും. ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാം. എന്റെ കയ്യിൽ ഒന്നെങ്കിൽ ഈ കളർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ഒരു നമ്പർ. ഇതിപ്പോ ഒന്നില്ല, ഒന്നിപ്പോ ഒന്നുണ്ടാവണം, അല്ലെങ്കിൽ കളറ്. അപ്പൊ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പൊ എന്റെ അടുത്ത് ഇതാ ഈ
ഈ കളർ ഉണ്ട്, പിങ്ക് കളർ. അപ്പൊ ഞാനിടുക. അപ്പൊ അടുത്തത് നീ ആവൂല. അപ്പൊ അടുത്തിടുന്നതിന് ഒന്നെങ്കിൽ ഈ കളർ ഇടുക, അല്ലെങ്കിൽ ഈ നമ്പർ. അപ്പൊ ഇതിൽ സൂപ്പർ കാർഡുകളുണ്ട്. സൂപ്പർ കാർഡ് മീൻസ് ഇതൊരു സൂപ്പർ കാർഡാണ്. ഇതൊരു സൂപ്പർ കാർഡ്. ഇതിപ്പോ നിന്റെ അടുത്ത് ഈ കളർ ഇല്ലെന്ന് ഇരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യാ, ഈ കളർ ഇട്ടിട്ട് നിനക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു ബ്ലൂ അങ്ങ് ബ്ലൂ. അപ്പൊ ഈ കളിയാണെങ്കിൽ ഇതായിട്ടാണെങ്കിൽ കളി ഇങ്ങനെയാ പോകുന്നെങ്കിൽ കളി തിരിച്ചു വരണം. പക്ഷേ ബ്ലൂ ആരെങ്കിലും അടിയിലിടണം. അങ്ങനെ കളിയുണ്ടോ? മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല, എന്നാലും കുഴപ്പമില്ല, കളിച്ച് തുടങ്ങും, മനസ്സിലായി. വിഷയമില്ല. അത് മതി. അങ്ങനെ ഒരു 2 മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും കാണില്ല. അപ്പൊ ഗൈസ് നമ്മള് 5 കൂടുതൽ കേട്ടോ. കളിച്ചു കഴിഞ്ഞിട്ട് വരാം ഗൈസ്. നമ്മളിപ്പോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കളിച്ചു കഴിഞ്ഞിട്ട് വരാം, കാരണം ഈ കളി എനിക്ക് അറിയത്തില്ല. അപ്പൊ ആദർശവും വിഷ്ണുവും തമ്മിലാണ്. അപ്പോ കളിച്ചു കഴിഞ്ഞിട്ട് വരാം. ശരി ബൈ. ഇപ്പൊ 2 കളി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നമ്മളെ വിഷ്ണുചേട്ടൻ ജയിച്ചിരിക്കുക. 2 കളി ആരയിച്ച? 2 കളിയിലും തോറ്റിട്ട് ഫസ്റ്റ് സ്ഥാനം നേടി നമ്മളെ ജിവിൻ ചേട്ടൻ മുണ്ടൊക്കെ മടക്കിയിട്ട് നടന്നു വരുന്നുണ്ട്. അതെ, നടപ്പ് കണ്ട എല്ലാ കളിയും ജയിച്ച പോലെ. മുണ്ട് മടക്കി കുത്തൊന്ന് വീഡിയോ എടുത്തേ. എന്റെ തോളം തിരിച്ച് തോറ്റുപോയപ്പോ മുണ്ട് പാവാടേ. എടാ അടിച്ചാലോ സങ്കടത്തില്. ബാറുണ്ട് ഫ്രണ്ടിൽ തന്നെ. വിഷ്ണുണ്ട് അടിക്കാൻ. അടിന്ന് പറയണ്ട, ഇവിടെയുള്ള ലഡ്ഡു പൊട്ടി മനസ്സിൽ. അപ്പൊ എല്ലാവരും ഫ്രീ ഗൈസ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞു, കറക്കൊക്കെ കഴിഞ്ഞു. ഇപ്പൊ റൂമിലോട്ട് വന്നിരിക്കുക. അപ്പോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ശരി, അപ്പൊ എല്ലാവർക്കും ബൈ.